കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ അവസരത്തിൽ ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ വരുവാനും ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അവസരമൊരുക്കിയതിൽ ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഇന്നെൻ്റെ ചാനൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ചാനൽ നിങ്ങൾ കേൾക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇതെത്തത്തക്ക രീതിയിൽ ലൈക്കും ഷെയറും ചെയ്ത് ഞങ്ങളെ സഹായിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം തന്ത്രപ്രാധാന്യമുള്ള വ്യത്യസ്തമായൊരു മെസ്സേജാണ് ഈ പറയുവാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ വടക്കേ അറ്റമാകുന്ന കാശ്മീർ താഴ്വരയിൽ പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് ഭീകരാക്രമണം ഉണ്ടായി. ചില ആളുകൾ കൊല്ലപ്പെടുവാനിടയായി. വിനോദസഞ്ചാരികളും തദ്ദേശവാസികളുമായ ചില ആളുകൾ കൊല്ലപ്പെട്ട ഒരു പ്രത്യേക സാഹചര്യത്തെ ഇന്ത്യ ഗവൺമെൻറ് വളരെ ഗൗരവമായി കാണുകയാകുന്നു. ഇന്ത്യ ഗവൺമെൻറ്റിനേക്കാൾ രൂക്ഷമായ പ്രശ്നത്തെ വീക്ഷിക്കുന്ന നമ്മുടെ സാധാരണ വ്യക്തികളുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഒരു കുറ്റവും ചെയ്യാത്ത നിരപരാധികളായ ആളുകളാകുന്നു അവിടെ കൊല്ലപ്പെട്ടത്. കാശ്മീർ മാമലകളിലെ കാഴ്ചകൾ കാണുവാൻ വേണ്ടി അവിടെ കടന്നുപോയ തെക്കേ ഇന്ത്യക്കാരും വടക്കേ ഇന്ത്യക്കാരുമായ വിവിധ സ്റ്റേറ്റുകളിൽപ്പെട്ട ആളുകളാണ് കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും. അവരെന്താണ് തെറ്റ് ചെയ്തതെന്ന് പറയുവാൻ സത്യത്തിൽ പാകിസ്ഥാനെ അല്ലെങ്കിൽ പാകിസ്ഥാൻ അത് പറഞ്ഞേ മതിയാകൂ എന്നതൊരു യാഥാർത്ഥ്യമാണ്. പാകിസ്ഥാൻ്റെ മണ്ണിൽ ഒരിക്കലും ഇന്ത്യൻ പട്ടാളക്കാർ കയറിയിട്ടില്ല. ഇതിനു മുൻപ് 3 തവണ വലിയ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ. 3ലും പറ്റേ പരാജയപ്പെട്ട പാകിസ്ഥാനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. തോൽവിയിൽ നിന്നും ജാള്യത ഉണ്ടാകാത്ത, തോൽവിയിൽ നിന്ന് പാഠം പഠിക്കാത്ത ഒരു ഭരണ സംവിധാനമാകുന്നു പാകിസ്ഥാനിൽ എന്നുമുള്ളത്. ഇന്ത്യ വിരോധം തലയ്ക്ക് പിടിച്ച്, ഇന്ത്യ വിരോധം ഞരമ്പിൽ ബാധിച്ച് ഏത് കുൽസിത പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ഒരു സമൂഹമായിട്ടാകുന്നു നമുക്ക് പാകിസ്ഥാനെ കാണുവാൻ കഴിയുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാകുന്നു പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് യുദ്ധമുണ്ടാകുവാനിടയായത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഇന്ത്യക്കൊരു പുത്തരിയല്ല. എപ്പോൾ ഏറ്റുമുട്ടിയിട്ടുണ്ടോ അപ്പോൾ എല്ലാം അവർ തോറ്റുപോയിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഏറ്റവും അവസാനമായി കാർഗിലും അവർ തൊപ്പിയടിക്കുവാനിടയായി. എൻ്റെ ഓർമ്മയിൽ ഞാൻ ഓർക്കുന്നുണ്ട്, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ പാകിസ്ഥാനെ സഹായിക്കുവാൻ വേണ്ടി അമേരിക്കൻ കപ്പൽപ്പട ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നീങ്ങും, അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിച്ചുകൊള്ളൂ എന്ന് അന്ത്യശാസനം നൽകിയ അമേരിക്കയോടെ അന്നത്തെ പ്രധാനമന്ത്രിയാകുന്ന ഇന്ദിരാഗാന്ധി പറഞ്ഞ വാക്കുകൾ ഞാനിവിടെ ഒന്ന് സ്മരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവർ പറയാനിടയായി, നിങ്ങൾ അമേരിക്ക പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. നിങ്ങളുടെ കപ്പൽപ്പട ഇന്ത്യൻ സമുദ്രത്തിലേക്ക് വരികയോ വരാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ എൻ്റെ രാജ്യത്തിൻ്റെ സമുദ്രാതിർത്തി കടന്നാൽ ആ കപ്പലിലുള്ള ആളുകളും മടങ്ങിപ്പോകണമോ എന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഞാൻ ഓർക്കുകയാണ്. ഇന്നത്തെ പ്രധാനമന്ത്രി അതിൽ ഒട്ടും പുറകോട്ട് പോകുന്നയാളല്ല. ആവശ്യമില്ലാതെ യുദ്ധത്തിന് ഒരുമ്പെടുന്ന ആളുകളുമല്ല ഇന്ത്യക്കാർ. മറിച്ച് ഇന്ത്യക്കാരായ ആളുകളെ പ്രകോപിപ്പിച്ചൊരു പ്രശ്നമുണ്ടാക്കി അന്തർദേശീയ തലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി മാത്രമേ
നമുക്കതിനെ കാണുവാൻ കഴിയുകയില്ല. ആര് സഹായിച്ചാലും ആര് സഹായിച്ചില്ലെങ്കിലും നമ്മൾ നമ്മുടെ മണ്ണ് കാത്തു സൂക്ഷിക്കുമെന്ന് ഇന്ത്യയുടെ എക്കാലത്തെയും ഭരണകർത്താക്കൾ ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ യുദ്ധത്തിൻ്റെ ഏക കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നശിച്ചു കാണുവാൻ അവർ ആഗ്രഹിക്കുന്നു. ഇന്ത്യയുടെ കുറേ മണ്ണെങ്കിലും വെട്ടിപ്പിടിച്ചാൽ അത് അനുഗ്രഹമായിട്ട് അവർ കരുതുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷേ അതൊരിക്കലും സംഭവിക്കില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ലോകത്തെ ഏറ്റവും വലിയ രാജ്യങ്ങൾക്കൊപ്പം കിടപിടിക്കാൻ കഴിയുന്ന ഭരണശേഷിയും കപ്പൽ പടയുടെ ശേഷിയും കാലാൾപ്പട ശേഷിയും വ്യോമസേനയുടെ ശേഷിയും ഇന്ത്യക്കുണ്ട് എന്ന് മനസ്സിലാക്കുക. ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന നിരവധി വിമാനങ്ങളുടെ വൻ ശേഖരം ഇന്ത്യയുടെ കയ്യിലുണ്ട്. ഇന്ത്യയുടെ കാലാൾപ്പട എന്തിനും പേരുന്ന ഒരു കാലാൾപ്പടയായി ഇവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇന്ത്യയെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് പാകിസ്ഥാന് ദുഷ്കരമായ കാര്യമായിരിക്കുമെന്ന് ഓർക്കുക. യുദ്ധം മാനവചേതനയെ തകർത്തെറിയുന്ന ഒരു പ്രതിഭാസമാണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. യുദ്ധം ഒന്നിനും പരിഹാരമാകില്ല. ലോകമഹായുദ്ധങ്ങൾ പലത് കണ്ട നമുക്കതറിയാം. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. യുദ്ധത്തിന് പകരം സമാധാനമാണ് എന്തിനും പരിഹാരമെന്ന് പഠിപ്പിച്ച ഒരാൾ ഈ ലോകത്തുണ്ടായിരുന്നു. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. യുദ്ധം ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല എന്ന് പറഞ്ഞ കർത്താവ് യുദ്ധത്തിലേക്ക് ആരും വലിച്ചഴിക്കപ്പെടുവാൻ പാടില്ല എന്നുകൂടെ പറയുവാനിടയായി. പക്ഷേ യേശുവിൻ്റെ മടങ്ങിവരൻ്റെ കലുഷിതമായ അന്തരീക്ഷം പൊട്ടിപ്പുറപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ യുദ്ധവും യുദ്ധ സന്നാഹങ്ങളും ഒരുമ്പെടുമ്പോൾ ഒരു അന്തിമ യുദ്ധത്തിന് വേണ്ടി ലോകം കാതോർത്തിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമായി നാം അവശേഷിക്കുന്നു. വിശുദ്ധ ബൈബിൾ അത് വളരെ കൃത്യമായി പ്രവചിക്കുന്നുണ്ട്. യുദ്ധം അനിവാര്യമാകുന്നു. ദേശവിരുദ്ധ ശക്തികളും അസമാധാനത്തിൻ്റെ കൂത്തരങ്ങായി മാറുന്ന ശക്തികളും സാധാരണക്കാരായ ആളുകളും തമ്മിൽ ഏറ്റുമുട്ടിയാൽ വിജയം വരിക്കുന്നത് ആരായിരിക്കുമെന്ന് നമുക്കറിയാൻ കഴിയും. പക്ഷേ അത്തരം ഒരു വിജയപാതയിലേക്ക് ലോകമെത്തും മുൻപ് ലോകത്തിൻ്റെ ഭാവി നിർണ്ണയിക്കപ്പെടുമെന്നതൊരു യാഥാർത്ഥ്യമാണ്. ഒലിവുമലയിൽ കർത്താവായ യേശു ക്രിസ്തു ഇരിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാർ അടുത്തുചെന്ന് ചോദിച്ചു, നിന്റെ വരവിലും ലോകാവസാനത്തിനും അടയാളം എന്താകുന്നു? യേശുവിൻ്റെ മറുപടി, യുദ്ധവും യുദ്ധ ശ്രുതികളും നിങ്ങൾ കേൾക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. പെരുത്ത ആൾനാശം വരുത്തുന്ന വലിയ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടും. പക്ഷേ ഇതൊന്നും അവസാനമല്ല. ഇതൊക്കെ എൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ മാത്രമാകുന്നു. ഈറ്റുനോവിൻ്റെ ആരംഭമാണെന്ന് പറയുവാനിടയായി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന എല്ലാ യുദ്ധങ്ങളും ഈറ്റുനോവിൻ്റെ ആരംഭവും യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ ലക്ഷണവുമാകുന്നെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ അതായിരിക്കും കരണീയമായ ഒരു വസ്തുതയെന്ന് ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ വലിയ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഉണ്ടാകും മുൻപ് സമാധാനത്തിൻ്റെ പ്രഭുവായ യേശുവിനെ കണ്ടുമുട്ടി സമാധാനത്തിൻ്റെ പാന്താവിൽ ജീവിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ നിമിഷങ്ങളെന്ന് നമ്മൾ ഓർത്തിരിക്കുക. യുദ്ധം മാനവചേതനയെ തകർക്കുന്ന പ്രതിഭാസമാണെങ്കിൽ സമാധാനം മാനവചേതനയെ ആശ്വസിപ്പിക്കുന്ന പ്രതിഭാസമായി ഇവിടെ നിൽക്കുന്നു. അതിൻ്റെ ഉപജ്ഞാതാവ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാകുന്നു. ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ കഴിഞ്ഞാൽ യുദ്ധങ്ങൾക്കപ്പുറം ഒരു അനുഗ്രഹവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാനിടയാണ്. ഇന്ത്യൻ മണ്ണിൽ നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന പാകിസ്ഥാനും അവരെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയും ലോകത്തെ മുഴുവൻ വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയും റഷ്യയും ചൈനയും എന്നുവേണ്ട എല്ലാ രാജ്യാന്തര ശക്തികളും യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്നാകുന്നു ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ വലിയ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകേണ്ടത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് ശേഷമാകുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ആ യുദ്ധത്തിൻ്റെ അവസാനത്തെ സാത്താനെ എന്നേക്കുമായി ദൈവം പൂട്ടിയിടുകയും യുദ്ധങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ സംജാതമാകുവാൻ പോകും. കർത്താവ് യുദ്ധങ്ങളെ നിർത്തൽ ചെയ്തുകൊണ്ട് രാജ്യാന്തര ശക്തികളെ സംഘടിപ്പിച്ചുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ വിശുദ്ധന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് പുതിയ രാജ്യം പണിയും.
അതായിരിക്കും ദൈവരാജ്യം എന്ന് പറയുന്നത്. ആ ദൈവരാജ്യത്തിന് കേളികൊട്ടൽ മാത്രമാകുന്നു യുദ്ധങ്ങളെന്ന് മനസ്സിലാക്കി യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്ത് സമാധാനകാംക്ഷികളായി സമാധാനമുള്ളവരായി ജീവിക്കുവാൻ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന മുഴുവൻ ആളുകളെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടും ആഹ്വാനം ചെയ്തുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.